ഹരേ കൃഷ്ണ. ഏവർക്കും ശ്രീമദ് ഭാഗവത സത്രത്തിലേക്ക് സ്വാഗതം. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോപി നേതോസ്തം സർവഭൂതഹൃദയം മുനിം മാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അദിതിതീർഷദാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനിനാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 11 ശ്ലോകം 24. ഈ സെക്ഷൻ ഭഗവാന്റെ സൗന്ദര്യത്തിനെ വർണ്ണിക്കുന്ന ഒരു സെക്ഷനാണ്. നമുക്ക് ആരംഭിക്കാം. രാജമാർഗം ഗതേ കൃഷ്ണേ ദ്വാരകായ കുലസ്ത്രിയ അർമ്യാണ്യാരുരുർവിപ്ര തദീക്ഷണ മഹോത്സവ. രാജമാർഗം ഗതേ കൃഷ്ണേ ദ്വാരകായ കുലസ്ത്രിയ അർമ്യാണ്യാരുരുർവിപ്ര തദീക്ഷണ മഹോത്സവ. വിവർത്തനം. ശ്രീകൃഷ്ണൻ പൊതുവഴികളിലൂടെ കടന്നു പോകുമ്പോൾ ദ്വാരകയിലെ ആദരണീയ കുടുംബങ്ങളിലെ എല്ലാ സ്ത്രീകളും ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവരുടെ കൊട്ടാരങ്ങളുടെ മട്ടുപ്പാവുകളിലേക്ക് കയറി. ഇത് ഏറ്റവും വലിയ ഉത്സവമായി അവർ കരുതി. ശ്രീല പ്രഭുപാദന് എന്താ വേണമെന്ന് നോക്കാം. പർപ്പട്ട് by A.C. Bhaktivedanta Swami Srila Prabhupada ki jai. ഭാവാർത്ഥം. ഭഗവാൻ ഒരു നോക്ക് കാണുന്നത് ഒരു മഹത്തായ ഉത്സവ സന്ദർഭമാണെന്ന് നിസ്സംശയം പറയാം. ദ്വാരകയിലെ മഹാനഗര സ്ത്രീകൾക്ക് ഇത് കണക്കാക്കിയിരുന്നു. ഇന്ത്യയിലെ ഭക്തരായ സ്ത്രീകൾ ഇപ്പോഴും ഇത് പിന്തുടരുന്നു. പ്രത്യേകിച്ച് ജുലാന
ജന്മാഷ്ടമി ചടങ്ങുകളുടെ കാലത്ത് ഇന്ത്യയിലെ സ്ത്രീകൾ ഇപ്പോഴും ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ തടിച്ചുകൂടും. അവിടെ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ നിത്യ രൂപത്തെ ആരാധിക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാന്റെ അതീന്ദ്രിയ രൂപം ഭഗവാനിൽ നിന്നും വ്യത്യസ്തമല്ല. ഭഗവാന്റെ അത്തരമൊരു രൂപത്തെ അർച്ചവിഗ്രഹം അല്ലെങ്കിൽ അർച്ചാവതാരം എന്ന് വിളിക്കുന്നു. ഭൗതിക ലോകത്തുള്ള തന്റെ എണ്ണമറ്റ ഭക്തരുടെ ഭക്തിസേവനം സുഗമമാക്കുന്നതിനായി ഭഗവാൻ തന്നെ ആന്തരിക ശക്തിയാൽ വികസിപ്പിക്കുന്നു. ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് ഭഗവാന്റെ ആത്മീയ സ്വഭാവം ഗ്രഹിക്കാൻ കഴിയില്ല. അതിനാൽ ഭഗവാൻ അർച്ചവിഗ്രഹത്തെ സ്വീകരിക്കുന്നു. അത് പ്രത്യക്ഷത്തിൽ ഭൂമി, മരം, കല്ല് തുടങ്ങിയ ഭൗതിക ഘടകങ്ങളാൽ നിർമ്മിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഭൗതിക മാലിന്യങ്ങളൊന്നുമില്ല. ഭഗവാൻ കൈവല്യ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആയതിനാൽ അവരിൽ ഒരു മാറ്റവുമില്ല. അവൻ ഒരു ദ്വിതീയനും അല്ലെങ്കിൽ ഭഗവാൻ ഇല്ലാത്തവനുമാണ്. അതിനാൽ സർവശക്തനായ ഭഗവാന് ഭൗതിക സങ്കല്പത്താൽ മലിനമാകാതെ ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. അതിനാൽ സാധാരണ കരുതപ്പെടുന്നത് പോലെ ഭഗവാന്റെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാരകയിലെ ഭഗവാന്റെ പ്രത്യക്ഷ ദിവസങ്ങളിൽ നടത്തിയ ഉത്സവങ്ങൾ പോലെയാണ്. ശാസ്ത്രത്തെ പൂർണ്ണമായി അറിയുന്ന അധികാരപ്പെട്ട ആചാര്യന്മാർ സാധാരണക്കാർക്ക് സൗകര്യങ്ങൾ നൽകുന്നതിനായി നിയന്ത്രണ തത്വങ്ങളുടെ കീഴിൽ ഭഗവാന്റെ അത്തരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നു. എന്നാൽ ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്ത ബുദ്ധി കുറഞ്ഞ ആളുകൾ ഈ മഹത്തായ ശ്രമത്തെ വിഗ്രഹാരാധനയെ തെറ്റിദ്ധരിക്കുകയും അവർക്ക് പ്രവേശനമില്ലാത്തതിലേക്ക് മൂക്കുകുത്തുകയും ചെയ്യുന്നു. ആയതിനാൽ ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തിൽ നോക്കാൻ വേണ്ടി മാത്രം ഭഗവാന്റെ ക്ഷേത്രങ്ങളോ ഉത്സവങ്ങൾ ആചരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തിൽ വിശ്വസിക്കാത്തവരെക്കാൾ 1000 മടങ്ങ് മഹത്വമുള്ളവരാണ്. ദ്വാരക നിവാസികളെല്ലാം വലിയ കൊട്ടാരങ്ങളുടെ ഉടമകളായിരുന്നുവെന്ന് ഈ വാക്യത്തിൽ നിന്നും തോന്നുന്നു. ഇത് നഗരത്തിന്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ഘോഷയാത്രയെയും ഭഗവാനെയും കാണാൻ വേണ്ടി മാത്രമാണ് സ്ത്രീകൾ എഴുന്നേറ്റ് നിന്നത്. തെരുവിലെ ജനക്കൂട്ടവുമായി സ്ത്രീകൾ ഇടകലർന്നില്ല. അതിനാൽ അവരുടെ മാന്യത പൂർണ്ണമായി നിരീക്ഷിക്കപ്പെട്ടു. പുരുഷനുമായി കൃത്രിമമായ തുല്യത ഉണ്ടായിരുന്നില്ല അവർക്ക്. സ്ത്രീയെ പുരുഷനിൽ നിന്ന് വേറിട്ട് നിലനിർത്തുന്നതിലൂടെ സ്ത്രീകളുടെ മാന്യത കൂടുതൽ മനോഹരമായി സംരക്ഷിക്കപ്പെടുന്നു. ലിംഗഭേദം അനിയന്ത്രിതമായി ഇടകലരരുത്. ഇത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ്. അതുകൊണ്ടാണ് ഒരു ഫ്ലോ ഇല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്തതിനു വേണ്ടി. രാജമാർഗം ഗതേ കൃഷ്ണേ ദ്വാരകായ കുലസ്ത്രീയ ധർമ്മ്യാണ്യാരുരുഹുർവിപ്ര തദ്ഈക്ഷണമഹോത്സവ. ശ്രീകൃഷ്ണൻ പൊതുവഴികളിലൂടെ കടന്നു പോകുമ്പോൾ ദ്വാരകയിലെ ആദരണീയ കുടുംബങ്ങളിലെ എല്ലാ സ്ത്രീകളും ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവരുടെ കൊട്ടാരങ്ങളുടെ മട്ടുപ്പാവുകളിലേക്ക് കയറി. ഇത് ഏറ്റവും വലിയ ഉത്സവമായി അവർ കരുതി. അല്ലെ? തത് ഈക്ഷണ മഹോത്സവ. ഭഗവാൻ കൊട്ടാരത്തിലേക്ക് ആഗമനം ആവുന്നതിന് മുൻപേ തന്നെ കൊട്ടാരത്തിനടുത്തുള്ള 2 സൈഡിലുമുള്ള ഗൃഹത്തിലുള്ള സ്ത്രീജനങ്ങൾ അവരുടെ വീടിന്റെ മട്ടുപ്പാവില് കയറി ഭഗവാനെ ദർശിക്കുകയാണ്. ഈ ദർശനം എന്ന് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്. ഒന്ന്, അവര് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ തദീക്ഷണ മഹോത്സവ. അവർ കാണുന്നത് തന്നെ ഒരു ഉത്സവമാണ് ഭഗവാനെ. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവര് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അതിന് ഉപരിയായിട്ട് ഇനിയൊന്നും കാണാനില്ല എന്നാണ്. ഇനി രണ്ടാമത്തത്, അവര് സാറ്റിസ്ഫൈഡ് അല്ല. അതെന്താ കാരണം? ഇനിയും
ഭഗവാനെ കാണണം എന്നുള്ള അത്യാർത്തി, ആ രീതിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഒന്നാമത്തത്, രാജമാർഗം ഗതേ കൃഷ്ണ, ശ്രീകൃഷ്ണനെ കാണുന്നത് ഒരു ഉത്സവമാണ് എന്നാണ്. കണ്ണുകൾക്ക് തന്നെ ഉത്സവം എന്നാണ്. അപ്പോ ഭഗവാനെ ദർശനം എടുക്കുക, കാണുക എന്നുള്ളത് അതിപ്രധാനമാണ്. പക്ഷെ അന്ന് വർഷങ്ങളേറെയായി, കലിയുഗത്തിന് മുൻപായിട്ട് ദ്വാപര യുഗത്തില് അവസാനമാണ് ഭഗവാൻ വരണത്. അതുകൊണ്ട് ഭഗവാനെ കാണുവാനുള്ള ഭാഗ്യമെല്ലാം ഭഗവാന്റെ സാമീപ്യത്തിലുള്ള അന്ന് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അതിനുള്ള അനുഗ്രഹം കിട്ടി. അതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇന്ന് കലിയുഗത്തില് എപ്പോഴാണോ കലിയുഗം എന്ററായത്, കലി എന്ററായത്, ആ നിമിഷം തന്നെ ഭഗവാൻ ഇവിടുന്ന് പോകണ്ടായി. അപ്പൊ പിന്നെ നമ്മളെ പോലുള്ളവർക്ക് എങ്ങനെയാണ്, ഭക്തന്മാർക്ക് പിന്നെ ഈ കലിയുഗത്തിൽ എങ്ങനെയാണ് നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമുക്ക് ഭഗവാനെ സേവിക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമ്മുടെ സേവകൾ ഭഗവാൻ സ്വീകരിക്കുന്നത്? അതിനായിട്ടാണ് അതേ ഭഗവാൻ തന്റെ ശക്തിയിൽ കൂടി തിരിച്ചു വരുന്നത്, അല്ലെ? അതാണ് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തില് വിഗ്രഹരൂപം അല്ലെങ്കിൽ വിഗ്രഹ അവതാരം എന്ന് പറയുന്നത്. കാരണം നമുക്ക് കാണുവാനുള്ള യോഗ്യത ഉള്ള കണ്ണുകളല്ലാത്തത് കൊണ്ടും, നമ്മൾ ദ്വാപര യുഗത്തില് ഭഗവാനോടൊപ്പം നിൽക്കാത്തത് കൊണ്ടും, ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ടും, ഈ സമയത്ത് നമ്മൾ ഉണ്ടായത് കൊണ്ടും, എന്നാൽ ഭഗവാൻ സർവവ്യാപിയാണ് എങ്കിലും നമുക്ക് ഭഗവാനെ നേരിട്ട് കാണുവാനുള്ള, നമ്മുടെ കണ്ണുകൾക്ക് ഭഗവാനെ നേരിട്ട് കാണുവാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടും, ഭഗവാൻ തന്റെ ശക്തി വിശേഷങ്ങളിൽ കൂടി രണ്ടാമതായിട്ട് വരെയാണ് നമ്മുടെ സേവനം സ്വീകരിക്കാനായിട്ട്, നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട്. അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ശാസ്ത്രമനുസരിച്ച് ഭൂമിരാപോ അനലോ വായു ഖം മനോബുദ്ധിരേവച അഹങ്കാരം ഇതീയം ഭിന്നാം പ്രകൃതി അഷ്ടത. ഞാൻ ഈ പറഞ്ഞ, അല്ലെങ്കിൽ ഭഗവാൻ ഈ പറഞ്ഞ 8 എനർജികൾ, ഭൂമി, ആപോ, അനലോ, വായു, ഖം, മനോബുദ്ധി, ഏതൊക്കെയാ? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, പഞ്ചഭൂതങ്ങൾ, അല്ലെ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇത്രയും ഭഗവാന്റെ എനർജിയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ എനർജിയിൽ കൂടി ഭഗവാന് നമ്മളിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നോ മനസ്സിൽ നിന്നോ ഒക്കെ തന്നെ. ശാസ്ത്രമനുസരിച്ച്, ഭാഗവതം അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ എനർജി 8 രീതിയില് നമുക്ക് ആക്സസ് ആണ് ഈ ഭൗതിക ലോകത്തില്, അല്ലെ? ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉദ്ധവന് ഏകാദശ സ്കന്ധത്തിൽ 27-ാമത്തെ അധ്യായത്തില് 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യാച സൈകദി മനോമയി മണിമയി പ്രതിഷ്ഠാം അഷ്ടവിധ സ്മൃത. ഭഗവാൻ പറയണു, ഭഗവാന്റെ വിഗ്രഹം, രൂപം 8 വിധത്തിൽ ആവിർഭവിക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ വേറിട്ടുള്ള ശക്തികളാണ്, അല്ലെ? എ ഫോം വിത്തിൻ ദ മൈൻഡ്, മൈൻഡിൽ വരുന്നത്, അല്ലെ? മൈൻഡ് നമുക്ക് മനസ്സുകൊണ്ട് തന്നെ ഇരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ മനസ്സിന്റെ ഒരു രീതിയിൽ ഭഗവാനെ കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് നമുക്ക് മനസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്, എ ഫോം മെയ്ഡ് ഓഫ് വുഡ്, തടിയില് ഒരു ഫോം, തടിയിൽ ഉണ്ടാക്കി
മരത്തിൽ ഉണ്ടാക്കിയ ഒരു വുഡിൽ കൂടി ഭഗവാന് നമ്മളിലേക്ക് പ്രസരിക്കുവാൻ കഴിയും. ഇപ്പൊ ജഗന്നാഥപുരിയിലെ വിഗ്രഹം തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് അക്സെപ്റ്റബിൾ ആണ്. മൂന്നാമത്തത് എ ഫോം മെയ്ഡ് ഓഫ് എർത്ത്, അല്ലെ, എർത്ത്. നാലാമത്തത് എ ഫോം മെയ്ഡ് ഓഫ് മെറ്റൽ, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഫോമിലും ഭഗവാൻ വരാം, കാരണം അതും ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. അടുത്തത് അഞ്ചാമത്തത് എ ഫോം മെയ്ഡ് ഓഫ് ജ്വൽ, ആഭരണങ്ങൾ. ആറാമത്തത് എ ഫോം മെയ്ഡ് ഓഫ് പെയിന്റ്, പഴച്ചാറുകളൊക്കെ വെച്ച് പെയിന്റ് ഒക്കെ ചെയ്ത് അതില് ഭഗവാൻ ആവിർഭവിക്കപ്പെട്ടു. അതിന്റെ സോഴ്സ് നമ്മൾ നോക്കിയാൽ. അടുത്തത് എ ഫോം ഡ്രോൺ ഓൺ സാൻഡ് എന്ന് പറഞ്ഞാൽ മണലില് വരച്ച ഭഗവാന്റെ ചിത്രം, കൈകൊണ്ട് മണലിൽ വരയ്ക്കില്ലേ, അതേമാതിരി ഭംഗിയായിട്ട് വരച്ച അതിലും ഭഗവാന് എത്താൻ പറ്റും. എട്ടാമത്തത് എ ഫോം മെയ്ഡ് ഓഫ് സ്റ്റോൺ, അല്ലെ, കല്ലില്. ഇങ്ങനെ 8 വിധമായ ഭഗവാന്റെ ബാഹ്യ ശക്തിയിൽ കൂടി ഭഗവാന് നമ്മളിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത്, ചില മണ്ടന്മാര് പറയും ഇത് വിഗ്രഹമൊക്കെ എന്തിനാണ് അവർ ആരാധിക്കുന്നത്, വിഗ്രഹ ആരാധനയൊക്കെ തെറ്റാണ്, അല്ലെ, ഇങ്ങനെയൊക്കെ പറയുന്ന അല്പബുദ്ധികളുണ്ട്. അപ്പോ ഇത് എന്തിനാണ് വിഗ്രഹം വന്നിരിക്കുന്നത്, എന്താണ് അതിന്റെ സയൻസ്, എന്താണ്? ഭഗവാനെ പറയുന്നു ഇതിലൊക്കെ ഞാൻ വരുമെന്ന് പറയുന്നു. അപ്പൊ ചിലര് പറയും ടു സേ ദാറ്റ് ഗോഡ് can't appear as matter is to limit him. ദൈവത്തിന്, ഇത്രയും വലിയ പരമശക്തനായ ദൈവത്തിനെ ഒരു വിഗ്രഹത്തിലേക്ക് പിടിച്ചു വയ്ക്കുന്ന അദ്ദേഹത്തിന്റെ ശക്തിയെ ലിമിറ്റ് ചെയ്യുന്നതെന്നാണ്, അല്ലെ? അങ്ങനെയല്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഷെയർ ചെയ്യാം. വിഗ്രഹത്തിൽ രൂപത്തിൽ ഭഗവാൻ വരുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് ഭഗവാന്റെ അതീവ കരുണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? അപ്പൊ നമുക്കറിയാം വലിയ ആന, അല്ലെ, ഈ ആനയുടെ താഴെ നിന്നൊരു കൊച്ചുകുട്ടിക്ക് ആനയുടെ തലയിൽ തൊടാൻ പറ്റില്ല. അപ്പൊ അതേമാതിരി ആ കൊച്ചുകുട്ടി നമ്മളും, ഈ ആന എന്ന് പറയുന്ന സർവശക്തിയുള്ള ആ മൃഗം ഭഗവാനുമായിട്ട് സങ്കല്പിക്കുക. അപ്പൊ ആ ആന വന്നിട്ട്, ഇത്രയും വലിയ ആന, ഇത്രയും ശക്തനായ ആന, അത് ഇരുന്ന് കുനിഞ്ഞ് ആ കുഞ്ഞിന് ആക്സസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അല്ലെ, ഒന്ന് തൊടാൻ വേണ്ടി. അതേമാതിരിയാണ് സർവശക്തനായ ഭഗവാനെ സാധാരണ വളരെ അല്പജീവിയായ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ആ സർവശക്തനായ ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ നമ്മളടുത്ത് വന്നിരിക്കുന്നത്. ഭഗവാന്റെ ഡെഫിനിഷൻ എന്താണ്? സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, അല്ലെ? സർവശക്തൻ, ഈശ്വരൻ സർവശക്തിത്വം പ്രകടിപ്പിക്കുന്ന സന്ദർഭങ്ങൾ, അത് നമ്മൾ ശ്രീമദ് ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകാദശ ഒന്ന് പ്രധാനമായിട്ടും ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പൊ പൊതുവേ നിരീശ്വരവാദികളൊക്കെ തന്നെ പറയും അമ്പലത്തിൽ നിന്ന് കള്ളൻ ദൈവത്തിനെ കട്ടുകൊണ്ട് പോകും, അല്ലെ? അപ്പൊ ദൈവത്തിന് ശക്തി ഇല്ലാത്തോണ്ടല്ലേ ശബരിമലയിൽ നിന്ന് ദൈവത്തിന്റെ ആഭരണം എടുത്തോണ്ട് പോകുന്നു. അപ്പൊ ദൈവത്തിന് ശക്തിയില്ലാലോ, അതുകൊണ്ടല്ലേ. ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നിരീശ്വരവാദികള്, യുക്തിവാദികള്, അവരൊക്കെ പറയും ദൈവത്തിന് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന് തന്നെ കാക്കാൻ പറ്റാത്ത പിന്നെ ആ ദൈവം പിന്നെ നമ്മളെ എങ്ങനെ കാക്കും, അല്ലെ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇങ്ങനെ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് ഇതേമാതിരിയുള്ള ആശാമാരും എന്ന് പറയാറുണ്ട്. പൊതുവേ സത്യം പറഞ്ഞ പിന്നെ ചിലര് പറയും ദൈവത്തിന്റെ
ഈ വിഗ്രഹത്തിൽ തന്നെ ചിലപ്പോ ഒരു പാറ്റ വന്നിരിക്കും. അപ്പൊ പാറ്റയെ പോലും അടിച്ചു കളയാൻ പറ്റാത്ത ദൈവമാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയാ? കാരണം ദൈവം വിഗ്രഹ രൂപത്തിൽ ഇരിക്കുന്നത് നമ്മുടെ സേവ ചെയ്യാനാണ്. ഓക്കെ, അപ്പോ ദൈവം സർവശക്തി കാണിക്കാൻ വേണ്ടിയല്ല അവിടെ ദൈവം ഇരിക്കുന്നത്. അവിടെ ദൈവം നമ്മുടെ സേവയെ സ്വീകരിക്കാൻ വേണ്ടി, അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ സർവശക്തിത്വം മനസ്സിലാക്കണമെങ്കിൽ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലുണ്ട്. പ്രണാവർത്തനെ അടിച്ചു കൊന്നത്, പൂതനെ അടിച്ചു കൊന്നത്, പ്രലംബാസുരൻ, അല്ലെ? അങ്ങനെ പലരെയും വധിക്കുന്നുണ്ട്. ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ശകടാസുരനെ ചവിട്ടി കൊല്ലുന്നുണ്ട് ഒറ്റ ചവിട്ടിന്. അതേമാതിരി പ്രലംബാസുരൻ, വത്സാസുരൻ കാളിയന്റെ ദർപ്പമടക്കി. പിന്നെ 24 അക്ഷൗണിപ്പടയെ കൊന്നു തള്ളി. ഒരുപാട് രാക്ഷസന്മാരെ കൊന്നു. ഇതൊക്കെ ഭഗവാന്റെ ശക്തിത്വം കാണാം അതിലൊക്കെ. അതേമാതിരി യശോദ മയ്യയ്ക്ക് സ്വന്തം വായ കാണിച്ചിട്ട് അത് തുറന്നു കൊടുത്തപ്പോ അതിന് ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ കാണിച്ചു. ഇതൊക്കെ ശക്തിത്വമാണ്. അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ഇല്ലേ ശക്തിത്വമായിട്ട്? അപ്പൊ ഭഗവാന്റെ ശക്തിത്വം കാണണമെങ്കിൽ ഇതൊക്കെ വ്യാസൻ എഴുതി വെച്ചിട്ടുണ്ട്. ഭഗവാൻ ചെയ്ത കർമ്മങ്ങൾ ജന്മകർമ്മജവേ ദിവ്യം, ദിവ്യമായ കർമ്മങ്ങളാണ്. അത് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ വന്നത് ആ ശക്തിത്വം കാണിക്കാനല്ല, പിന്നെയോ നമ്മൾ അനുഗ്രഹിക്കാനും നമുക്ക് ആക്സസ് ചെയ്യാനും നമ്മുടെ സേവനം സ്വീകരിക്കുവാനും വേണ്ടിയാണ്. ആ സമയത്ത് ഒരു കള്ളൻ വന്നു കഴിഞ്ഞാൽ ആ കള്ളൻ വരാതിരിക്കുവാനുള്ള ഉത്തരവാദിത്വം ആ ഭക്തൻ എടുക്കേണ്ടതാണ്. ഭഗവാന്റെ ദേഹത്ത് ഒരു പാറ്റ കയറിയാൽ ആ പാറ്റയെ അടിച്ചു കളഞ്ഞ് ആ രീതിയിൽ സൂക്ഷിക്കേണ്ടത് ഭക്തന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ആ ഒരു ഉത്തരവാദിത്തത്തിൽ കൂടി ഭക്തൻ ഭഗവാനെ സേവിക്കുകയാണ്. ഈ ഭക്തൻ എന്താണ് പണി? അല്ലെ? അപ്പൊ അത് ഭക്തന്റെ കർമ്മത്തിൽ നിക്ഷിപ്തമാണ്. ഈ കള്ളൻ എടുത്തോണ്ട് പോകുന്നതോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് പാറ്റ വരുന്നതോ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭക്തൻ ഇതൊക്കെ ചെയ്യേണ്ടതാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇനി ഏത് വിഗ്രഹത്തിനെ തന്നെ എടുത്താലും ഭഗവാൻ അവിടെ ഒന്നും പ്രവർത്തിക്കില്ല. പക്ഷെ ഓഫ്കോഴ്സ് എടുത്തോണ്ട് പോയ വ്യക്തിക്ക് ഒരുപാട് കഷ്ടങ്ങളും പ്രശ്നങ്ങളും. ഏകദേശം 36 തലമുറയാണ് ദേവന്റെ സ്വത്ത് എടുത്തിട്ട് പോയത്. ദേവനെ തന്നെ എടുത്തിട്ട് പോയ 36 തലമുറ തന്നെ പ്രശ്നം എന്നാ പറയുന്നത്. ബ്രാഹ്മണനാണെങ്കിൽ ബ്രഹ്മസ്വമാണെങ്കിൽ 16 തലമുറയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ പറയുന്ന മാതിരി ഭഗവാൻ തന്റെ ശക്തിത്വത്തിനെ കാണിക്കാൻ വേണ്ടിയല്ല ഓരോ അമ്പലത്തിൽ ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സേവനം സ്വീകരിക്കാനാണ്. അപ്പൊ അത് കള്ളം വന്ന് ഭഗവാൻ എടുത്തോണ്ട് പോയാലും, ഭഗവാന്റെ സാധനം എടുത്തോണ്ട് പോയാലും ഭഗവാൻ മിണ്ടാതിരിക്കും. കാരണം അത് ഭക്തന്റെ ഉത്തരവാദിത്വമാണ്. ആ ഭക്തൻ ഇതെല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞല്ലേ ഇതൊക്കെ ചെയ്യണേ. അപ്പൊ ഭക്തന്റെ കഴിവുകേടാണത്. ഓക്കെ, അപ്പൊ വിഗ്രഹ രൂപത്തിൽ അതുകൊണ്ടാണ് തന്നെയാണ് നമ്മൾ ഭഗവാന്റെ വിഗ്രഹം ഇത്രയൊക്കെ ദൂരെയൊക്കെ ചെലവാക്കി പണവും രൂപയൊക്കെ ചെലവാക്കി ഓരോ അമ്പലങ്ങളിലും പോയി ദർശനം നടത്തുന്നത് എന്തിനു വേണ്ടിയാ? ഈ ഒരു ഭഗവത് സാന്നിധ്യം അതിനകത്തുള്ളത് കൊണ്ട് ആ അനുഗ്രഹം നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അതാണ് സയൻസ്. വിഗ്രഹത്തിന്റെ സയൻസ് അതാണ്. അല്ല ചുമ്മാ നമുക്കൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് പോകുന്നതല്ല. കാരണം നമുക്ക് ആ വിഗ്രഹത്തിൽ കൂടി മാത്രമേ പ്രഥമമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. തുടക്കത്തിലായാലും ഒടുക്കത്തിലായാലും ആ വിഗ്രഹത്തിന് ജീവനുണ്ട്, ഭഗവാനാണ്. പക്ഷെ സേർട്ടൻ കാര്യത്തിൽ മാത്രമേ ഭഗവാൻ വന്നിട്ട് റെസിപ്രൊക്കേറ്റ് ചെയ്യൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇപ്പൊ ഒരു കള്ളം വന്ന് ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ അന്തർമുഖനായിട്ട് ഉണ്ടാകുന്നിരിക്കും, അല്ലെ? അതേസമയം ഭക്തന്മാര് വന്ന് സേവ ചെയ്യുമ്പോൾ ഭഗവാൻ ബഹിർമുഖനാവും. അപ്പൊ കള്ളം വന്നെടുക്കുമ്പോൾ അതൊരു ശിലയായിട്ട് തന്നെ, അന്തർമുഖനായിട്ട് തന്നെ ഇരിക്കും ഭഗവാൻ. അതുകൊണ്ട് അതൊരു ശിലയായിട്ടേ തോന്നും, അല്ലെങ്കിൽ ഒരു മെറ്റലായിട്ടേ തോന്നും. പക്ഷെ ഭഗവത് ഭക്തന്മാര് വരുന്ന സമയത്ത് ഭഗവാൻ അവരുടെ സേവനങ്ങൾ സ്വീകരിക്കാനായിട്ട് ഭഗവാൻ ബഹിർമുഖനാണ്. ഭഗവാന്റെ ഇഷ്ടമാണ്.
അപ്പം ഭഗവാന്റെ ശക്തിത്വം തെളിയിക്കാനായിട്ട് ഇനിയും കലിയുഗത്തിൽ ഭഗവാൻ വരേണ്ട ആവശ്യമില്ല. ദ്വാപര യുഗത്തിൽ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞു അല്ലെ. സോ നോട്ട് കൺസേൺ പ്രൈമർലി വിത്ത് ഹിസ് മെജസ്റ്റി ബട്ട് ഹിസ് മർസി ആൻഡ് ഹിസ് ആക്സസിബിലിറ്റി. അതിനു വേണ്ടിയാണ് ഭഗവാൻ എങ്ങനെയാണോ ആ ഒരു കുഞ്ഞു കുട്ടിക്ക് ആക്സസ് ആവാൻ വേണ്ടി അതേ സർവശക്തനായ അല്ലെങ്കിൽ സർവജ്ഞാനിയായ അല്ലെങ്കിൽ സർവവ്യാപിയായ ഭഗവാൻ ആ വിഗ്രഹ രൂപത്തില് നമുക്ക് മുന്നില് വരുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ആ ഒരു ഭാവാർത്ഥം അനുസരിച്ച് ഈ കുലസ്ത്രീകളെല്ലാം തന്നെ ഭഗവാനെ കാണുന്നതിന് വേണ്ടി വന്നു. അതേമാതിരി കലിയുഗമായപ്പോഴത്തേക്കും നമുക്കും ഭഗവാനെ ദർശിക്കാൻ പറ്റും. അമ്പലങ്ങളിൽ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ദർശിക്കുവാനുള്ള കണ്ണിന് യോഗ്യത ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ ഫോക്കസ്ഡ് ആയിട്ട് അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വസിക്കാൻ നമുക്ക് അവിടെ പോയി സേവ ചെയ്യാനുമായിട്ട്. അതാണ് ഇതിൽ നിന്ന് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് അവർ കുലസ്ത്രീകൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. കുലസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ the ladies got up on the roofs just to have a look at the procession and the Lord. The ladies did not mix with the crowd on the street, and thus their respectability was perfectly observed. There was no artificial equality with the man. Female respectability is preserved more elegantly by keeping the women separate from the man. അപ്പൊ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം അവര് ഭഗവാൻ ഇങ്ങനെ വന്ന സമയത്ത് അവര് കുലസ്ത്രീകൾ എന്ന് പറയുന്നുണ്ട്, മാനമുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് അവര് ഓടി ആ ക്രൗഡിനകത്ത് കയറി ചെണ്ടയും മന്ത്രമൊക്കെ കേട്ട് അവരും അതേ ഡാൻസ് കളിച്ചിട്ട് അവര് പോയില്ലേ അല്ലെ. അവര് ഒരു വുമൻ എപ്പോഴാണ് റെസ്പെക്റ്റബിൾ ആവുന്നത്? വെന്തേ എന്താ പറയാ, ആ വുമൻ അങ്ങനെ ഒരു ക്രൗഡിൽ നിന്നും, പുരുഷന്മാരുള്ള ക്രൗഡിൽ നിന്നും മാറി അവർക്ക് അവരുടേതായ ഒരു പൊസിഷൻ ഉണ്ട്. അവിടെ പ്രിസർവ് ചെയ്യുമ്പോൾ മാത്രമേ, അവിടെ ഇരിക്കുമ്പോൾ മാത്രമേ അവർക്ക് എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ നിൽക്കുമ്പോൾ മാത്രമേ അവർക്ക് മാന്യത മോർ എലഗന്റ് ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ത്രീകള് ആ ക്രൗഡിലേക്ക് ഇറങ്ങാതെ മട്ടുപ്പാവിൽ നിന്ന് എല്ലാം നോക്കി ഭഗവാനെ നോക്കുന്നതെന്നാ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ മാതിരി എല്ലാം ചാടി എല്ലാം മിക്സായി പുരുഷനെ പോലെ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും ഉണ്ട് അല്ലെ. അങ്ങനത്തെ ഒരു പ്രവണതയല്ല ഇവിടെ കാണിക്കുന്നത്. പുരുഷന്റെ സ്വാതന്ത്ര്യം സ്ത്രീകൾ അതേമാതിരി ചെയ്യുമ്പോൾ അല്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പിന്നെയോ സ്ത്രീകൾ മാനിക്കപ്പെടുന്നത് അവരുമായിട്ട് പുരുഷന്മാരെ പോലെ മിക്സ് ചെയ്യാതെ the woman separate from the man, like keeping the woman separate from the man. അപ്പൊ മാത്രമേ എലഗന്റ്ലി, മോർ എലഗന്റ്ലി റെസ്പെക്ട് ഉണ്ടാവുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് ദ്വാരക നിവാസികളില് പ്രത്യേകിച്ച് ആ കുലസ്ത്രീകള് നമുക്ക് കാണിച്ചു തരാണ് ഈ രീതിയിലാണ്. അതുകൊണ്ട് അവര് ക്രൗഡിലൊന്നും പോയി കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കാനൊന്നും പോയില്ല. അവരുടേതായ ഒരു പൊസിഷൻ ഉണ്ട്. അപ്പൊ ആരെങ്കിലും അവിടെ പിടിച്ച് അവിടെ ഇരുത്തിയതല്ല, അവർക്ക് തന്നെ അറിയാം ഇങ്ങനെയാണ് എന്റെ ധർമ്മം, ഇതാണ് എന്റെ ഒരു ശരീരം സ്ത്രീയുടെ ശരീരമാണ്, ഞാനൊരു വിമനാണ്, അപ്പൊ എനിക്ക് മര്യാദ ലഭിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ കേരളത്തില് നമ്മള് എന്താ പറയാ, പൊതുവെ കാണാത്തത് കാണുമ്പോൾ തന്നെ ഒരു സ്ത്രീയില് നമ്മൾ ഉടനെ പറയും ഇതൊരു പെൺകുട്ടിയല്ലേ. എത്ര പേര് കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? കാരണം ഇനി എത്ര അമേരിക്കൻ ഇത് വന്നാലും എത്ര ഇക്വാലിറ്റി വന്നാലും
ആൺകുട്ടി ചെയ്യുന്നത് മാതിരി അതേമാതിരി പെൺകുട്ടി ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോ അവര് കമന്റ് ചെയ്യപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെ? അപ്പൊ ഇത് ദ്വാരകാ നിവാസികളുടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. There was no artificial equality. കൃത്രിമമായ ഈക്വാലിറ്റി അല്ല ഇത്. The man, female respectability is preserved more elegantly by keeping the woman separate from the man. ആ ക്രൗഡിൽ പോയി കിടന്ന് വരവാതെ അവരുടേതായ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ they will get respect. ഓക്കെ, അതാണ് ഈ ഒരു 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി ബാക്കിയുള്ള 3 ശ്ലോകത്തിൽ നിന്ന് ഭഗവാന്റെ ബ്യൂട്ടിയെ കുറിച്ച് കൂടുതലായിട്ട് പറയണോ. ഇന്ന് ഇത്രയും മതി. നമുക്ക് നാളെ ബാക്കിയെടുക്കാം. ഹരേ കൃഷ്ണ.